ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. തിരുവോണം നക്ഷത്ര ജാതരുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മാസഫലങ്ങളിലേക്ക് കടക്കും മുമ്പ് തിരുവോണം നക്ഷത്ര ജാതരുടെ ചില പൊതുവായ പ്രത്യേകതകളെക്കുറിച്ചുകൂടി പറയാം. ഹൃദ്യമായ പെരുമാറ്റം, സൗമ്യമായ സംഭാഷണം, സത്യസന്ധതയും ക്ഷമാശീലവും ഈശ്വരഭക്തിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരുമായിരിക്കും ഇവർ. തിരുവോണം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരും. തൊഴിൽ രംഗത്തുള്ളവർ നടപടികളെയോ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കോ പാത്രമാകും. മാതാപിതാക്കളിൽ നിന്നും ആഗ്രഹിച്ച പോലുള്ള സഹകരണം ലഭിക്കുന്നവരില്ല. മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായി മാറും. പല വിധേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരും. വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നഷ്ടത്തിന് ഇടവരും. അധ്യാപക രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായി കാണുന്നു. വിവാഹാലോചിക്കുന്നവർക്ക് വിവാഹകാര്യങ്ങൾ നീണ്ടുപോകാനിടയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നുചേരും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ശാരീരികവും മാനസികവുമായി അനുഭവപ്പെടും. തിരുവോണം നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനാവും. സന്താനങ്ങൾക്ക് അവർ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും. വാഹനങ്ങൾ, വസ്തുവകൾ എന്നിവ വാങ്ങിക്കാൻ യോഗം കാണുന്നു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഇങ്ങനെയുള്ള ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആസ്പത്രിവാസവും വേണ്ടി വന്നേക്കാം. വ്യവഹാരങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുവോണം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും. ക്രയവിക്രയങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശത്രുക്കളുടെ ഇടപെടൽ മൂലം കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവന്നേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കാർഷിക രംഗത്തുള്ളവർക്ക് വൻ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹാദി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം വരികയോ ചെയ്യും. ആരോഗ്യനില തൃപ്തികരമായിരിക്കില്ല. ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ചില്ലായ്മയോ അല്ലെങ്കിൽ അകന്നു കഴിയേണ്ട സാഹചര്യമോ വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. തിരുവോണ നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടം കൈവരും. തൊഴിൽ രംഗത്തുള്ളവർക്ക് ഉയർച്ചയും വേതന വർധനവും ഉണ്ടാകും. പുതിയതായി തൊഴിലന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സമയം അനുകൂലമായി കാണുന്നു. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും അഭിവൃദ്ധിയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കൈവരും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. എന്നാൽ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിരിക്കില്ല. വിശ്വസ്തരായിരുന്നവർ ശത്രുക്കളായി മാറും. തിരുവോണം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിലന്വേഷകർക്ക് അനുകൂലമായ സമയമായി കാണുന്നു. വിദേശത്തായാലും സ്വദേശത്തായാലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം കൈവരും. തൊഴിൽ രംഗത്തുള്ളവർക്ക് ഉയർച്ചയും സാമ്പത്തിക വർധനവും ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുമായി സൗഹൃദാന്തരീക്ഷം ഉണ്ടാകും. സാമ്പത്തികമായി പുരോഗതി കൈവരും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എല്ലാ രംഗങ്ങളിലും നേട്ടം കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും സമയം അനുകൂലമായി കാണുന്നു. ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോൺ മുതലായ സഹായങ്ങൾ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ലഭിക്കും. തിരുവോണ നക്ഷത്ര ജാതർക്ക് ഈ നവംബർ മാസം പൊതുവെ ഒരു ശോഭനമായി കാണുന്നു. തിരുവോണ നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിൽ രംഗത്ത് ഒരു അലസതയോ ഒരു തണുപ്പൻ മട്ടോ അനുഭവപ്പെട്ടേക്കാം. ഒരു ഉന്മേഷമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയുന്നതായിരിക്കും ഉത്തമം. പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ മുറിവോ ചതവോ പറ്റാനിട വന്നേക്കാം. വാഹനങ്ങളും മെഷീനുകളും കൈകാര്യം ചെയ്യുന്നവരും കാൽനടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. എന്നാൽ മാസമധ്യത്തിന് ശേഷം പല ഗുണാനുഭവങ്ങളും കൈവരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും. പിതാവിൻ്റെ ധനസ്ഥിതിയിൽ ഉയർച്ചയും അംഗീകാരവും കൈവരും. രോഗാതി ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറും.
ധനലാഭവും കർമ്മരംഗത്തുണ്ടായിരുന്ന അലസതയും മാറി ഉന്മേഷവും ജോലിയിൽ ഉണർവും കൈവരും. ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരും. തിരുവോണ നക്ഷത്ര ജാതരുടെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.